ഇന്നത്തെ ഒരു പത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരസ്യമാണിത്. പരസ്യമെന്ന് പറഞ്ഞാൽ അറിയിപ്പ് പോലെയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ കേരള ആണ് കൊടുത്തിരിക്കുന്നത്. SIR അർഹരായ എല്ലാ വോട്ടർമാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നതിൻ്റെ ഉദ്ദേശം. SIR സമയത്ത് നിങ്ങളുടെ പേര് വോട്ടേഴ്സ് പട്ടികയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ജനാധിപത്യത്തിൻ്റെ അടിത്തറയുടെ ഭാഗമാകും. ഇതാണ് പരസ്യം. അപ്പോൾ 2026 തെരഞ്ഞെടുപ്പിലേക്ക് SIR വളരെ പ്രധാനമായിരിക്കും. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ്. BLOമാർ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നവർ 2025 ഒക്ടോബർ 27 ഈ കഴിഞ്ഞ ഒക്ടോബർ 27 പട്ടികയിലുണ്ടായിരുന്ന എല്ലാ വോട്ടർമാർക്കും എന്യൂമറേഷൻ ഫോറം നൽകും. അപ്പോൾ സകല വോട്ടർമാരുടെ വീടുകളിൽ വരുമായിരിക്കും. 2025 നവംബർ 4 ഡിസംബർ 4 ഇടയിൽ നിങ്ങളുടെ വീടുകൾ സന്ദർശിക്കും. ഒരു മാസക്കാലം കൊണ്ട് വീടുകളിൽ ആളുകൾ വരും. എന്യൂമറേഷൻ ഫോമിൻ്റെ 2 കോപ്പികൾ നിങ്ങൾക്ക് നൽകും. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ആളുകൾ. ഫോം പൂരിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോറം തിരികെ വാങ്ങി കൈപ്പറ്റിയാൽ രസീത് നൽകും. ഈ രസീത് എല്ലാവരും സൂക്ഷിച്ച് വെക്കണം. കാരണം ഇത് ഒരു പ്രോസസ്സിലൂടെ ആയതുകൊണ്ട് പിന്നെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ക്ലെയിം ചെയ്യണം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? BLOമാർ തരുന്ന 2 ഫോമും പൂരിപ്പിക്കുക. ഒരു കളർ ഫോട്ടോ ഫോമിൽ പതിപ്പിക്കുക. അത് നിർബന്ധമല്ല എന്നാണ് പറയുന്നത്. ഇനി അവർ വന്ന് ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ ഫോട്ടോ ഇല്ലെങ്കിൽ കൊടുക്കാൻ താല്പര്യമില്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഫോം പൂരിപ്പിക്കുന്നതിനോ ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിനോ സഹായം ആവശ്യമെങ്കിൽ BLOമാരുമായി ബന്ധപ്പെടിപ്പിക്കുക. അപ്പോൾ BLOമാരുമായിട്ട് ബന്ധപ്പെടണം. പൂരിപ്പിച്ച ഫോമുകൾ BLOമാർക്ക് കൈമാറി രസീത് വാങ്ങുക. വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? QR കോഡ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പരസ്യത്തിൽ. അതിലൂടെ പോകാം. ഔദ്യോഗികമായി പോർട്ടലിൽ കയറാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോർട്ടർ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാൻ. നമുക്ക് ഇതിൻ്റെ ഒരു സമയക്രമം പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ അതിൻ്റെ പരിശീലനവും തയ്യാറെടുപ്പ് നടക്കും. ഒക്ടോബർ 28 മുതൽ നവംബർ 3 വരെയാണ്. അതിപ്പോൾ നാളെ കൊണ്ട് അങ്ങനെയാണ് കഴിയും. ഭവനം തോറുമുള്ള കണക്കെടുപ്പ് നടക്കുന്നത് 2025 നവംബർ 4 മുതൽ ഡിസംബർ 4 മുതൽ ഒരു മാസക്കാലമാണ്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ 9-നാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പരാതികൾ സമർപ്പിക്കൽ ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെ പരാതികൾ സമർപ്പിക്കാം. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് 2026 ഫെബ്രുവരി 7-ആണ്. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പേര് ചേർക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. വോട്ടർ പട്ടികയിൽ ചേരാൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 236 പ്രകാരം ഇന്ത്യൻ പൗരത്വം നിർബന്ധമാണ്. അവിടെ വെച്ചുകൊണ്ട് നമ്മളെ കഥ മാറും. ഇപ്പോൾ ഞാൻ ആ ഭാഗത്തിലേക്ക് വരാം. പട്ടിക ശുദ്ധീകരിക്കാനും ആവശ്യമെങ്കിൽ പുതിയ പട്ടിക തയ്യാറാക്കാനും 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 21 കമ്മീഷന് അധികാരം നൽകുന്നുണ്ട്. ഇതാണ് എൻ്റെ കാര്യം. SIR സംബന്ധിച്ച എന്ത് സംശയങ്ങൾക്കും ടോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വിളിക്കാം. 1950 SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ നമ്പർ. ഭരണഘടനയുടെ 320 അനുച്ഛേദം അനുസരിച്ച് വോട്ടറാകാനുള്ള യോഗ്യത ഇന്ത്യൻ പൗരനായിരിക്കണം. വേറെ പൗരത്വമുള്ളവർക്ക് പറ്റത്തില്ല. ഇരട്ട പൗരത്വമുള്ളവർക്കും പറ്റത്തില്ല. 18 വയസ്സ് തികഞ്ഞിരിക്കണം. രാജീവ് ഗാന്ധിയാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. 18 വയസ്സ് തികഞ്ഞിരിക്കണം. നിയോജകമണ്ഡലത്തിലെ സാധാരണ താമസക്കാരായിരിക്കണം. അത് വാടകയ്ക്ക് താമസിക്കുന്നവർക്കും വോട്ട് ചെയ്യാം. സാധാരണ താമസക്കാരായിരിക്കണം. നിയമപരമായി മറ്റ് അയോഗ്യതകൾ ഇല്ലാതിരിക്കണം. അപ്പോൾ പൗരത്വ പേരും ഇതെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് പറ്റും. തിരിച്ചറിയൽ രേഖകളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാർഡുകളെ സംബന്ധിച്ചും ഒരു ധാരണ നമുക്കുണ്ടാവണം. ഒന്ന്, സർക്കാർ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, LIC, പോസ്റ്റ് ഓഫീസ് എന്നിവയിൽ 07/2087 മുമ്പ് നൽകിയ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്. ഇവിടെ ഏതെങ്കിലും ഉള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. കേന്ദ്ര സംസ്കാർ പൊതുമേഖലാ സ്ഥാപനം നൽകുന്ന തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ പെൻഷൻ രേഖ ഉപയോഗിക്കാം. മെട്രിക്കുലേഷൻ 10ാം ക്ലാസ്സിൻ്റെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് രേഖകൾ കൊടുക്കാനായിട്ട്. ആധാർ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആധാർ കൊടുക്കാം. തദ്ദേശഭരണ സ്ഥാപന കുടുംബ രജിസ്റ്ററിലേക്ക് പേരുണ്ടായിരുന്നാൽ മതി. ജാതിമത സമുദായ സർട്ടിഫിക്കറ്റ്, OBC, SC, ST പേര്, വനാവകാശ സർട്ടിഫിക്കറ്റ്, ഈ അതുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നവർക്ക് സർക്കാർ നൽകിയ ഭൂമി വീട് അനുവദിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഇത് ഏത് കൊടുത്താലും മതി. യോഗ്യതയുള്ള അധികാരി നൽകിയ ജനന സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, NRC എൻട്രി ബാധകമെങ്കിൽ NRC കൊടുക്കേണ്ട വരണമെങ്കിൽ അത് കൊടുക്കണം. സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ്, പെർമനൻ്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, ഇതിലേതെങ്കിലും ഉപയോഗിക്കാവുന്ന രേഖകൾ കൊടുത്താൽ മതി. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ അറിയിപ്പാണ് വന്നിരിക്കുന്നത്. ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് ഇത് പരസ്യം കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് ഇതിൻ്റെ രണ്ടാം ഭാഗം കുറച്ചൊരു പ്രയാസമുണ്ട്. അതായത് ഈ പൗരത്വത്തിൻ്റെ ലിസ്റ്റ് എടുക്കുന്ന ഒരു കണക്കെടുപ്പ് വലിയ വിഷയമായി രാജ്യത്ത് വന്നിട്ടുണ്ട്. ഈ പൗരത്വ ലിസ്റ്റ് എടുക്കുന്നതിൻ്റെ ഇതിനകത്ത് ജാതിയും മതവും ഒക്കെ എഴുതേണ്ടി വരും. ഈ കോളത്തിനകത്ത് ജാതി മതം എഴുതണം, എത്ര കാലമായി താമസിക്കുന്നു, കുറേ കാര്യങ്ങളുണ്ടാവും ഈ ഫോമിനകത്ത്. അത് വെച്ചുകൊണ്ട് ഒരു പൗരത്വ രജിസ്റ്ററിൻ്റെ ഒരു അപ്ഡേഷൻ നടക്കുമോ എന്നൊരു സംശയം പല കോണുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് പൗരത്വ രജിസ്റ്റർ ഒളിച്ചു കടത്തുന്ന ഒരു പരിപാടിയാണ് SIR എന്നുള്ളൊരു വാദവും കൂടി
കയറി വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും അതൊരു ഔദ്യോഗിക ബോഡിയാണ്, അത് ഭരണഘടനാ സ്ഥാപനമാണ്, അവരങ്ങനെ ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ഗവൺമെൻറ്റിന് വേണ്ടി അവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാൻ ഒരു ബാധ്യതയുമില്ല, അവർക്ക് യാതൊരു ബാധ്യതയില്ല അതൊന്നും ചെയ്തു കൊടുക്കാൻ. ഇതാ വളരെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിലുള്ളത്. അവരുടെ ഇലക്ഷൻ്റെ ആളുകളാണ് രാജ്യത്താകെ ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഭീതി ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്വേഷണത്തിലൊക്കെ അറിയുന്നത്. കാരണം ഇതൊരിക്കലും ഈ രേഖ സർക്കാരിൽ ഡയറക്റ്റ് കൊടുക്കുന്ന രേഖയല്ല. അവർ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം കേരളത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ BLOമാർ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റാക്കി കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്ത് റെഡിയാക്കി സ്റ്റേറ്റിൽ പ്രസിദ്ധീകരിച്ചാൽ എൻ്റെ കോപ്പി, ഹാർഡ് കോപ്പിയോ സോഫ്റ്റ് കോപ്പിയോ ഒക്കെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനോട് അപ്ലോഡ് ചെയ്ത് കൊടുക്കും എന്നുള്ളതല്ലാതെ ഞങ്ങൾ തന്നെ കൊടുക്കുമെന്നറിയില്ല, ഇവിടെയാണ് സൂക്ഷിക്കുന്നതെന്ന് അറിയില്ല. കാരണം ഇത്രയും കോടിക്കണക്കിന് 140 കോടി ജനങ്ങളിൽ ഒരു 100 കോടിക്കെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരാനുള്ള 18 വയസ്സിന് താഴെയുള്ളവർ കാണുമല്ലോ. അപ്പോൾ അവരെല്ലാം കൂടി ഇപ്പം അതിൻ്റെ ഡാറ്റാ ബേസ് ഒന്നും ഉണ്ടാക്കി ഇലക്ഷൻ കമ്മീഷൻ വയ്ക്കുമെന്ന് അറിയില്ല. അങ്ങനെ ആണെങ്കിലും അത് സോഫ്റ്റ് കോപ്പി ആയിരിക്കും, അല്ലാതെ ഹാർഡ് കോപ്പി ഇത്രയും പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കാൻ സാധ്യതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും SIR ഒളിച്ചു കടത്തുന്നു എന്ന് പറയുന്നതിനകത്തൊരു കാര്യമില്ല. SIRന് വേണ്ടി രേഖ, പിന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ഡേറ്റ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് സ്വാഭാവികമായി പറ്റില്ല എന്നുള്ളതാണ്. കാരണം പിന്നെ എന്യൂമറേഷൻ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സെൻസസ് എടുക്കുന്ന കാര്യങ്ങൾ വഴി കിട്ടും സർക്കാരിന്. സെൻസസ് ജനസംഖ്യാ കണക്ക്, ജാതി തിരിച്ചുള്ള ജനസംഖ്യാ കണക്കൊക്കെ എടുക്കുകയാണ് രാജ്യത്ത്. അപ്പോൾ അതുകൊണ്ട് അതിൽ വിവരങ്ങൾ കിട്ടും. അതുകൊണ്ട് ഇതിനകത്തൊരു ഒളിച്ചു കടത്തലില്ല. പക്ഷേ പല സാമുദായിക സംഘടനകളും മതസംഘടനകളും പിന്നെ അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അത് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. SIRനകത്തുകൂടി ഒരു പൗരത്വ രജിസ്റ്ററിന് ആവശ്യമായ ആളുകളുടെ വിവരങ്ങൾ എടുക്കുന്ന ഒരു ഒളിച്ചുകടത്തൽ പ്രക്രിയ ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടാകില്ലേ, ഈ ഡേറ്റാബേസ് മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്നത് ഉറപ്പ്, ഇത് ഗവൺമെൻറ്റിന് കൊടുക്കില്ല എന്നത് ഉറപ്പ്. കാരണം ഇതിനകത്ത് ജാതിയും മതവും മറ്റ് കോളങ്ങളും ഒക്കെ ഫില്ല് ചെയ്താണ് മേടിക്കുന്നതെങ്കിൽ, ഫോറം വന്നിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ ആണെങ്കിൽ ആ ഡേറ്റാബേസ് ആരും ഉപയോഗിക്കില്ല എന്നുള്ളതിന് എന്തുറപ്പാണെന്നുള്ളതുള്ള വളരെ ഗൗരവതരമായ ചോദ്യം മുന്നിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ആശങ്ക വേണ്ട എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. കാരണം അത് പരസ്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇങ്ങനെ ആക്ഷേപം, ഒരു വിവാദം ഇങ്ങനെ നിൽപ്പുണ്ട്. അതുകൊണ്ട് അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുക നമുക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മാസം തന്നെ കൃത്യമായി നവംബർ 4-നും, അതായത് 2 ദിവസമുള്ളൂ, ഇപ്പോൾ 2 ദിവസമുള്ളൂ, 4-നും ഡിസംബർ 4-നും ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ എന്യൂമറേറ്റർമാർ വരും, BLOമാർ വരും. വരുമ്പോൾ അവർക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കണം. ആ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടായിരിക്കും ഇലക്ഷനിൽ വോട്ടേഴ്സ് ചെയ്യാൻ അവസരം കിട്ടുക. അതുപോലെ തന്നെ ഇത് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കയ്യിലെല്ലാം ലിസ്റ്റ് കിട്ടും. നിങ്ങൾ പരിചയമുള്ള താല്പര്യമുള്ള ഏതെങ്കിലും പാർട്ടികളോട് പറഞ്ഞിട്ട് ആ ലിസ്റ്റിൽ പേര് കടന്നിട്ടുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഡിസംബർ 9 കഴിഞ്ഞിട്ടൊന്ന് ആലോചിക്കണം, ചിന്തിക്കണം. അങ്ങനെ ഡിസംബർ 9 കഴിഞ്ഞ് നിങ്ങളുടെ പേരുകൾ അതാത് വാർഡിലും അല്ലെങ്കിൽ അതാത് പ്രദേശത്തും ഒക്കെ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാർഡിൻ്റെ പേരോ വീട്ടിൻ്റെ പേരോ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെയുള്ള ഒരു മാസക്കാലം കൊണ്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യാം. അത് കോർപ്പറേഷനിലും അല്ലെങ്കിൽ ബന്ധപ്പെട്ട അക്ഷയ കോർപ്പറേഷൻ പല സംവിധാനങ്ങളുണ്ട്, അത് ഗവൺമെൻറ് പറയും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. ഇത് കറക്റ്റ് ചെയ്ത് ലിസ്റ്റിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഓരോ പൗരനും അവകാശമുണ്ട്. ധാർമ്മികമായ കടപ്പാടുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഭരണഘടന പറയുന്നതനുസരിച്ച് എല്ലാ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ പോരാടുമ്പോൾ, നമ്മൾ ബഹളമുണ്ടാക്കുമ്പോൾ പൗരധർമ്മത്തെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകണോ വേണ്ടേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. നോട്ടാക്കി വോട്ട് ചെയ്യണോ, നാട്ടുകാർക്ക് വോട്ട് ചെയ്യണോ എന്നുള്ളതൊക്കെ വിഷയമുണ്ട്. പക്ഷേ ഇലക്ഷൻ ID കാർഡിൽ പേര് വരുത്താനുള്ള SIRൽ എല്ലാവരും പങ്കെടുക്കുക.